മാനിപ്പുലേറ്റ് ചെയ്യില്ലേ? ദൈവം പറഞ്ഞ ആലോചന നമ്മളിൽ നിവർത്തിയാകപ്പെടുവാൻ നമ്മൾ കുറുക്കുവരികൾ കണ്ടെത്തല്ലേ? ദൈവം എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചൊരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ശുശ്രൂഷയിലേക്ക് എത്തിച്ചേരുവാൻ, ആ ശുശ്രൂഷയുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലേക്ക്, പൂർണ്ണമായിട്ടുള്ള ആ നിറവിലേക്ക് എത്തിച്ചേരുവാൻ ഞാൻ ഉപായം ഒന്നും കണ്ടെത്തില്ല. ഞാൻ കുറുക്കുവരികളൊന്നും അന്വേഷിക്കില്ല, മാനിപ്പുലേറ്റ് ചെയ്യില്ലേ? നിങ്ങൾ ചെയ്യില്ലേ? ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കുടുംബജീവിതത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, ഫുൾനെസ്സിന് വേണ്ടി നിങ്ങൾ കുറുക്കുവരികളൊന്നും കണ്ടെത്തില്ലേ? കുറുക്കുവരികൾ കണ്ടെത്തില്ലേ? ദൈവം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ജോലിയിലേക്ക് എത്തിച്ചേരുവാൻ, ആ പൊസിഷനിലേക്ക് എത്തിച്ചേരുവാൻ നാം കുറുക്കുവരികളൊന്നും കാണണ്ട. ദൈവത്തിന്റെ വാഗ്ദത്തം പൂർത്തീകരിക്കുവാൻ മാനിപ്പുലേറ്റ് ചെയ്യില്ല, ജീവിതത്തെ മാനിപ്പുലേറ്റ് ചെയ്യില്ല. അത് ദൈവമാണ് ചെയ്യേണ്ടത്, ദൈവത്തിന്റെ ഉത്തരവാദിത്തം, ദൈവമാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അബ്രഹാം സാറയും കൂടെ ദൈവത്തെ സഹായിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞ വാഗ്ദത്തം പൂർത്തിയാകുവാൻ തക്കോണോ ഇവർ കുറുക്കുവരി കണ്ടെത്തിയത് ഹാഗറിൽ കൂടി ഒരു ഇശ്മയേൽ. ഹാഗറിൽ കൂടി ഒരു ഇശ്മയേൽ. അത് ദൈവത്തിന്റെ പദ്ധതിയല്ല. ദൈവത്തെ സഹായിക്കാനാണ് ശ്രമിച്ചത്. ദൈവം പറഞ്ഞ വാഗ്ദത്തം, അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ഫുൾഫിൽ ആകുവാൻ ദൈവത്തെ സഹായിക്കാനാണ് ശ്രമിച്ചത്. അതിന് അവർ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത്, ദൈവത്തിനെ സഹായിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ മാർഗം ഹാഗറിനെ തെരഞ്ഞെടുക്കുക. ഹാഗറിൽ കൂടി ഒരു ഇശ്മയേൽ. അത് ദൈവത്തിന്റെ പദ്ധതിയല്ല. നാം തിരഞ്ഞെടുക്കുന്ന പല വഴികളും ദൈവത്തിന്റെ പദ്ധതിയല്ലെന്ന് നമുക്ക് അന്നേരം മനസ്സിലാകില്ല. പക്ഷെ പിന്നത്തേത് നമുക്ക് മനസ്സിലാകും, അത് ദൈവത്തിന്റെ പദ്ധതിയല്ല. ഞാൻ തിരഞ്ഞെടുത്ത പല വരികളും ഇന്ന് ഞാൻ തിരിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പലതും ദൈവത്തിന്റെ പദ്ധതിയല്ല എന്ന്. ഈ രാത്രികാലം നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ തിരിഞ്ഞു നോക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത പല വരികളും അത് ദൈവത്തിന്റെ പദ്ധതിയല്ല എന്ന് ആരൊക്കെയോ പറഞ്ഞ് നിങ്ങൾ ആ പദ്ധതിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. സാറയുടെ നിർബന്ധത്താൽ ഹാഗർ എത്തിച്ചേർന്നു. സാറയെ അബ്രഹാമും കൂടെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു ഇശ്മയേൽ വന്നു. ആരുടെയൊക്കെ പ്രഷർ കൊണ്ടാണ് നിങ്ങൾ അതിനകത്ത് പെട്ടുപോയത്? നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് നിങ്ങൾ പെട്ടുപോയത് ആരുടെയൊക്കെ പ്രഷർ? നിങ്ങളുടെ സാമ്പത്തിക ശൂന്യതയ്ക്കകത്ത് നിങ്ങൾ പെട്ടുപോയത്, തകർച്ചയെ നിങ്ങൾ എത്തിച്ചേർന്നത് നിങ്ങളെടുത്ത തീരുമാനത്തെക്കാട്ടിലും ഉപരിയായിട്ട് പലരും നിങ്ങളെ നിർബന്ധിച്ചെടുത്ത തീരുമാനത്തിലാണ്. നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങൾ തകർന്നു പോയത്, നിങ്ങളുടെ ശുശ്രൂഷയെ തകർന്നു പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളല്ല. നിങ്ങളെ കമ്പൽ ചെയ്യുവാൻ, നിങ്ങളെ ഫോഴ്സ് ചെയ്യുവാൻ നിങ്ങളെക്കാട്ടിലും ഉപരിയായിട്ട് മറ്റു പലരും ശ്രമിച്ചു, മറ്റു പലരും ആഗ്രഹിച്ചു. അത് കാലം ഒത്തിരി മുമ്പോട്ട് പോയി തിരിഞ്ഞു നോക്കി